സഭയിൽ ഇന്നും പോര്. അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം. അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ഭരണഘടനാ ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. അംബേദ്കറിനെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം അംബേദ്കറിനെ അപമാനിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്നതും രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. അമിത്ഷായുടെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് രണ്ട് സഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. സഭ പെട്ടെന്ന് പിരിച്ചുവിടുകയായിരുന്നു. സഭ കൂടുമ്പോൾ വീണ്ടും വിഷയം ഉന്നയിക്കും. പരാമർശം പുറത്തുവന്നതോടുകൂടി എക്കാലവും BJP അംബേദ്കറിനെതിരാണെന്ന് വ്യക്തമാവുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP കൂട്ടിച്ചേർത്തു. പാർലമെന്റ് വളപ്പിൽ അംബേദ്കറുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. സഭയിലും പ്രതിപക്ഷം അംബേദ്കറുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി. അംബേദ്കറുടെ പേര് പറയുന്നത് കോൺഗ്രസിന് ഇപ്പോൾ ഫാഷനാണെന്നും ഭരണഘടനയെ കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായി കണക്കാക്കുകയും അധികാരത്തിൽ തുടരാൻ അത് ഭേദഗതി വരുത്തുകയും ചെയ്തെന്നും ഷാ കുറ്റപ്പെടുത്തിയിരുന്നു. അംബേദ്കർ എന്ന് പറയുന്നത് ഫാഷനായി മാറിയിരിക്കുന്നു. ഇത്രയും തവണ ദൈവനാമം ചൊല്ലിയിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണം. അമിത്ഷായുടെ സംസാരം ഇങ്ങനെ തുടർന്നാൽ രാജ്യമെമ്പാടും തീപടരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള എല്ലാ രാജ്ഭവനുകളും കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു.